ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ആലു മട്ടറാണ്. വിന്റർ സീസണിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് നമുക്ക് കിട്ടും. അപ്പോൾ സാധാരണ അവർ ഈ സമയങ്ങളിൽ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഞാനിവിടെ ഒരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ മുഴുവനായിട്ട് നെയ്യിലും അല്ലെങ്കിൽ മുഴുവനായിട്ട് ഓയിലിലും ചെയ്തെടുക്കാം. പക്ഷെ നെയ്യ് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 7 അല്ലി വെളുത്തുള്ളിയും ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 1.5 മിനിറ്റ് ഒക്കെ വഴറ്റി കൊടുത്ത് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ചെറുതായിട്ടൊന്നും ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി തുടങ്ങി വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള നല്ല പഴുത്ത തക്കാളി, അതിന് കൂടെ തന്നെ 2 പച്ചമുളകും ചേർത്ത് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഒരുപാട് അരച്ച് പേസ്റ്റ് പരുവത്തിലല്ല നമുക്ക് വേണ്ടത്. ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് നമുക്ക് തക്കാളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയും പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ടി ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 4 ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങും മസാലയൊക്കെ നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ട് ഒരു 1 മിനിറ്റ് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ഗ്രീൻ പീസ് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഗ്രീൻ പീസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രോസൺ ആയിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഗ്രീൻ പീസ് ആയാലും മതി. ഇതുപോലെ ഫ്രഷ് ഗ്രീൻ പീസിൽ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. ഇനി ഗ്രീൻ പീസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് ഗ്രേവിയോട് കൂടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്, മസാല പോലെയല്ല, കുറച്ച് വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് ഈ സമയത്ത് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തിള വരുന്ന സമയത്ത് നമുക്ക് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചിട്ടെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുന്ന സമയത്ത് ഉരുളക്കിഴങ്ങൊക്കെ വെന്തോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും കുറച്ചു നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ഫ്രഷ് ഗ്രീൻ പീസിന് അധികം വേവൊന്നുമില്ല, അതും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു 4-5 കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കറിക്ക് ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് 2 മിനിറ്റ് കൂടെ ഒന്ന് തുറന്ന് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. അതും കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക്. അപ്പം നമ്മുടെ അടിപൊളി ആലു മട്ടർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന പോലെ ക്രീമൊക്കെ ഒഴിച്ചിട്ട് വേറെ രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ബസ്മതി റൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൂരിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.